ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നെയ്മീൻ എടുത്തിട്ടുണ്ട്. നെയ്മീൻ നന്നായിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല എങ്ങനത്തെ മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന മീനിൻ്റെ എണ്ണ ബാക്കി വരുമല്ലോ, ആ എണ്ണയിലേക്കായിരിക്കും നമ്മുടെ സവാളയൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇവിടെ ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊരു ചെറിയ ബ്രൗൺ നിറം വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പരുവം, ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പരുവമായി കിട്ടുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു തക്കാളി, ഒരു അത്യാവശ്യം ഒരു വലുപ്പത്തിന് നല്ല വലുപ്പത്തിനുള്ളൊരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കിട്ടിട്ട് ഇതും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് പെരുംജീരകവും കൂടെ ചേർത്തിട്ട് നമ്മുടെ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന കൈമ റൈസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. ഞാനിത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കുന്നില്ല, 3/4 വേവാകുമ്പോൾ ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ മസാലയ്ക്കകത്തൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു 3/4 വേവിന് ഞാൻ അരി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്ന മസാലയെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3/4 വേവ് വേവിച്ച് വെച്ച കൈമ റൈസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയുടെ മുകളിലെല്ലാം ഫില്ലായ രീതിയിൽ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഫ്രൈ ആക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവാള ഫ്രൈ ആക്കി എടുത്തിട്ടില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇച്ചിരി ഗീയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് നമ്മുടെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ തളിച്ചിട്ട് അത് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കിയെടുത്തായിരുന്നു കേട്ടോ. ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ നമ്മുടെ മീൻ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടി.